വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇതാ, നിനക്ക് മുൻപേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഓർമ്മിക്കുക, സീറോ മലബാർ സഭ ദനഹ കാലത്ത് ഈശോയോടൊപ്പമായിരുന്ന രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇന്നേ ദിവസം വിശുദ്ധ സ്നാപക യോഹന്നാനെ അനുസ്മരിക്കുന്നു. വചനം പറയുന്നു, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു വിശുദ്ധ സ്നാപക യോഹന്നാൻ. പരിശുദ്ധാത്മാവായ ദൈവം ശക്തമായ സന്ദേശങ്ങളാണ് സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലൂടെ സഭയ്ക്കും ലോകത്തിനും നൽകുന്നത്. വളരെയധികം ഒരുക്കമുള്ള മാതാപിതാക്കളുടെ മകനായി ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. കത്തോലിക്ക സഭയുടെ പഠനപ്രകാരം കുഞ്ഞുങ്ങൾ ആദ്യം മാതാപിതാക്കളുടെ ഹൃദയത്തിലും പിന്നീട് ഉദരത്തിലും ജനിക്കണം. സ്നാപക യോഹന്നാനെ സംബന്ധിച്ച് ഇത് ശരിക്കും അർത്ഥവത്താണ്. കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അനേകം നാൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു കുഞ്ഞിനെ ലഭിക്കാൻ. വേദനകളും പ്രാർത്ഥനകളുമായി മുന്നോട്ടു തുഴഞ്ഞപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ദൈവം നിനക്ക് ഒരു പുത്രനെ നൽകാൻ ആഗ്രഹിക്കുന്നു. സ്നാപക യോഹന്നാന്റെ അമ്മ എലിസബത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യം വന്നപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടി. കത്തോലിക്ക സഭയിൽ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നതിനെ പറ്റി വിമർശിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കണം, ഉദരത്തിലുള്ള കുഞ്ഞിന് പരിശുദ്ധാത്മാവിന്റെ സാമീപ്യമുണ്ടായപ്പോൾ കുഞ്ഞു കുതിച്ചു ചാടിയെങ്കിൽ മാമോദീസ വേളയിൽ കയ്യിലിരിക്കുന്ന കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നുവെന്ന ബോധ്യമാണ് ഈ കൂദാശയിലൂടെ ലഭിക്കേണ്ടത്. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ദൈവവചനം അവനെ തേടി വന്നു. ദൈവത്തിന് നിരക്കാത്തതൊന്നും ജീവിതത്തിൽ ചെയ്യുകയില്ലെന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ സംസാരിക്കുന്നു. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. കാരണം സ്നാപക യോഹന്നാന് ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കുവാനും രക്തം പാനം ചെയ്യുവാനും സാധിച്ചില്ല. നമുക്ക് ക്രിസ്തുവിൽ വസിക്കുവാനും ക്രിസ്തുവിന്റെ സ്വന്തമായി തീരുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു. ഈ വിശ്വാസം നിലനിർത്തി മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. യേശുവിൻ വചനം തിരുവചനം മർത്യരോടോതി നിർവഴിയൊരുക്കി, വിശ്വാസത്തിൻ പൊൻപ്രഭ തൂകി വിശുദ്ധ സ്നാപക യോഹന്നാൻ. യേശുവിൻ വചനം തിരുവചനം മർത്യരോടോതി നിർവഴിയൊരുക്കി, വിശ്വാസത്തിൻ പൊൻപ്രഭ തൂകി വിശുദ്ധ സ്നാപക യോഹന്നാൻ. പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ ദൈവാനുഗ്രഹവും കൃപയും. പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ ദൈവാനുഗ്രഹവും കൃപയും. വഴിയും സത്യവും ജീവനുമായ മാനവരക്ഷകനേശുവിനായി ജീവൻ ത്യജിച്ചു വിജയ കിരീടം ചൂടിയ വിശുദ്ധ സ്നാപകനെ. വഴിയും സത്യവും ജീവനുമായ
മാനവരക്ഷകനേശുവിനായി ജീവൻ ത്യജിച്ചു വിജയ കിരീടം ചൂടിയ വിശുദ്ധ സ്നാപകനെ പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ സ്വർഗാനന്ദവും നൽവരവും പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ സ്വർഗാനന്ദവും നൽവരവും ഒരുമയൊടുത്തമയിടവകജനമായി വഴികാട്ടും യേശു പ്രിയ ശിഷ്യ നിൻ തിരുസവിധേ അണയും സുതരിൽ വരദാനങ്ങൾ നിറഞ്ഞിടുവാൻ ഒരുമയൊടുത്തമയിടവകജനമായി വഴികാട്ടും യേശു പ്രിയ ശിഷ്യ നിൻ തിരുസവിധേ അണയും സുതരിൽ വരദാനങ്ങൾ നിറഞ്ഞിടുവാൻ പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ നിത്യാനന്ദവും നിത്യായുസ്സും പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ നിത്യാനന്ദവും നിത്യായുസ്സും യേശുവിൻ വചനം തിരുവചനം മർത്യരോടോതി നേർവഴിയൊരുക്കി വിശ്വാസത്തിൻ പൊൻപ്രഭ തൂകി വിശുദ്ധ സ്നാപക യോഹന്നാൻ പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ ദൈവാനുഗ്രഹവും കൃപയും പ്രാർത്ഥിക്കണേ നിൻ മധ്യസ്ഥതയാൽ